ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. എനിക്ക് എന്റെ ലൈഫിൽ ക്ലാരിറ്റി വേണമല്ലോ, അത് ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, ഇത് യൂട്യൂബിലും പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തം കഴിവുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? തീർച്ചയായും. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു, കോച്ചിങ്ങിന്റെ കാര്യം എന്തോ പറഞ്ഞു? ഞാൻ ആക്ച്വലി ഡോക്ടറാണ്. ഞാനിപ്പം ചെയ്യുന്നത് കോച്ചിങ് ഇൻഡസ്ട്രിയിലാണ് ഞാനിപ്പോൾ. പേഴ്സണൽ കോച്ചിങ് പ്രോഗ്രാം ആണ് ഞാൻ ചെയ്യുന്നത്. പേഴ്സണൽ കോച്ചിങ് ആണോ ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ. ഓക്കെ ഓക്കെ ഓക്കെ. ബട്ട് എനിക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് എനിക്ക് വീഡിയോസ് എടുക്കാനോ അതിനോട് ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ല. ഫോഴ്സ്ഫുള്ളി ആണ് സംടൈംസ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്ലയൻസിനെ എല്ലാം, പേഴ്സണൽ പ്രോബ്ലംസുമായിട്ട് വരുന്ന എല്ലാ ക്ലയൻസിനെയും വേണം എന്ന് വിചാരിക്കുന്നവരെ 100% റിസൾട്ട് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ബട്ട് അത് എങ്ങനെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ഉള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എനിക്ക് റിസൾട്ട് കൊടുക്കാനും കഴിയുന്നുണ്ട്. ബട്ട് അത് ബാക്കിയുള്ളവരിലേക്ക്, പബ്ലിക്കിലേക്ക്, കാരണം ബിക്കോസ് നമ്മളിപ്പം ഹാൻഡിൽ ചെയ്യുന്ന കേസുകളൊക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നു. ഹെൽത്ത് ആകട്ടെ, അതുപോലെ പല പ്രോബ്ലംസ് ആകട്ടെ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ ചൈൽഡ് ട്രോമാസ്, വൂണ്ട് കാരണം ഗ്രോത്ത് ഇല്ലാത്ത ആളുകൾക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്. അതിനെ എനിക്ക് കണ്ടെത്തി റെക്ടിഫൈ ചെയ്യാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് എനിക്ക് ഉണ്ടാകണില്ല. അതാണ് ഞാൻ ആക്ച്വലി അവിടെ സ്റ്റക്ഡ് ആണ്. ഇപ്പൊ ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ആ ഒരു പ്രോബ്ലം ഇങ്ങനെ സ്പ്രെഡ് ആകാണ് ചെയ്യുന്നത്. Great. Thank you very much, doctor. Okay, നിങ്ങൾ ഡോക്ടർ are you a physician? ഞാൻ ആയുർവേദിക്. Great. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും. നിങ്ങൾ ഒരു പ്രൊഫഷൻ മാറി മറ്റൊരു പ്രൊഫഷനിലേക്കാണ് പോയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫ്രം എൻ ആയുർവേദിക് ഡോക്ടർ യു മൂവ് ഓൺ ടു എ പേഴ്സണൽ കോച്ച് എന്നുള്ളത്. അത് എന്താണ് കാരണം എന്ന് പറയാം? വാട്ട് ഈസ് ദ വൈ ബിഹൈൻഡ് ഇറ്റ്? അല്ലെങ്കിൽ അതിൻ്റെ കാരണം, റീസൺ, പർപ്പസ് എന്തായാലും ഒന്ന് പറയാം. ആക്ച്വലി ഞാൻ ഇതിലേക്ക് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിലെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കോച്ചിങ്ങിലേക്ക് ഫസ്റ്റ് വന്നത്. അതിന് മുമ്പുള്ള ഈ മൈൻഡ് പവർ ടൂൾസ് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന്, എന്റെ പേഴ്സണൽ ബെറ്ററിന് വേണ്ടിയിട്ടാണ്. എനിക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്കും അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം, ഇതാണ് എന്റെ പർപ്പസ് എന്നുള്ള രീതിക്കാണ് ഞാൻ അതിലേക്ക് കൺവേർട്ട് ആയി പോയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ആസ് എൻ ആയുർവേദിക് ഡോക്ടർ? ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത് 0 ആണ്, ഇത് 100ലേക്ക് കടക്കാണ് അല്ലേ? ശരിയല്ലേ? ഓക്കെ. കാരണം ഞാൻ അറിയുന്ന മോഡേൺ ഡോക്ടേഴ്സ് ഉണ്ട്. അവർ ഇതേപോലെ അവർ ഫിസിഷ്യൻസ് ആയിരുന്നു, MDs ആയിരുന്നു. പക്ഷെ അവരൊക്കെ അത് വിട്ടിട്ട് കോച്ചിങ്ങിൽ വന്ന ആൾക്കാർ എനിക്കറിയാം. കംപ്ലീറ്റ് 0. അവർ കംപ്ലീറ്റ് നിങ്ങൾ നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചിട്ട് എന്ത് കാര്യം കിട്ടുന്നു, അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഒരു കോച്ചസ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ, ഇപ്പോൾ എടുത്ത ഡിസിഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? വൈ ഡിഡ് യു ടേക്ക് ദിസ്? ഞാൻ ഒരു വൈ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് അത് എക്സ്ട്രീം ആണ്. ബ്യൂട്ടിഫുൾ. അപ്പം എത്ര വർഷം നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട്, നിങ്ങൾ ആയുർവേദിക് ഡോക്ടറായിട്ട് എത്ര വർഷം വർക്ക് ചെയ്തു? ഇഫ് യു ഡോണ്ട് മൈൻഡ്. 2018 കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. അതിനുശേഷം ഞാൻ അക്യുപഞ്ചറിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രസന്റ്ലി അത് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ്, ബട്ട് വീക്ക്ലി വൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ ശതമാനം ഇപ്പോഴും അതുണ്ട് അക്യുപഞ്ചർ പ്രാക്ടീസിംഗ്. ബട്ട് എനിക്ക് കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഇൻവോൾവ് ആകാനാണ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനിയുള്ള നിങ്ങൾ ആരാണ്, എവിടെയാണെന്നൊന്നും പറയരുത് കേട്ടോ. ഇനി എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ ഏത് വർഷമാണ് യു കെയിം അക്രോസ് കോച്ചിങ് എന്നുള്ള സംഭവം, കോച്ചിങ് എന്നുള്ള ആ ഒരു ഇത് ഫസ്റ്റിൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്തപ്പോഴാണ്? 2 years ബാക്ക്. എൻകൗണ്ടർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറയാം?
കാരണം ഡീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് ഡീപ്പ് ലെവൽ കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് അത് എൻകൗണ്ടർ ചെയ്തത്? പേഴ്സണലാണ്, കൂടുതൽ പേഴ്സണലാണ് പറയണ്ട, അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് കാരണം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള റീസൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് സ്മൈൽ ചെയ്യാൻ പോലും മടിയുള്ള കൂട്ടത്തിലായിരുന്നു. സെൽഫ് ലവ് തീരെ ഇല്ലായിരുന്നു. ആ, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഭയങ്കര ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു ഞാൻ. ഓക്കെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡഡ് ആണ്, ഒരുപാട് ഡിപ്പെൻഡഡ് ആയിരുന്നു, അറ്റാച്ച്ഡ് ആയിരുന്നു ഒരുപാട്. അപ്പം അറ്റാച്ച്മെന്റ് കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാൻ തുടങ്ങി ലൈഫിൽ. അപ്പം ഇൻഡിപെൻഡന്റ് ആകണം, അല്ലെങ്കിൽ ആ ഒരു എന്നിലെ ഹാപ്പിനെസ് എനിക്ക് കണ്ടെത്തണം, അല്ലെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ള രീതിക്കാണ് ഞാൻ ആ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്തത്. അതിനുശേഷമാണ് നെക്സ്റ്റ് ലെവലിലേക്ക്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ വോയിസ് വരുന്നത്? ഓക്കെ, അത് മ്യൂട്ട് ചെയ്യോട്ടോ എല്ലാവരും. ഓക്കെ, പറഞ്ഞോളൂ. അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ കോച്ചിങ് ഫീൽഡിലേക്ക് എൻട്രി ആയത്. കാരണം എന്നിൽ ചേഞ്ചസ് ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടപ്പം ഒരു മാജിക്കൽ ചേഞ്ചസ് എന്നിൽ ഉണ്ടായി. അപ്പം അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഫീൽ ചെയ്തിട്ടാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ ഇപ്പം കോച്ചിങ് നിങ്ങൾ എൻകൗണ്ടർ ചെയ്തു. കോച്ചിങ് എപ്പോഴാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്? 22 ഡിസംബറിൽ. 22 ഡിസംബർ. അതിൽ സർട്ടിഫൈഡ് ആണ് നിങ്ങൾ? യെസ്. ഏത് സെക്ടറിലാണ് നിങ്ങൾ സർട്ടിഫൈ ചെയ്തത്? വിച്ച് പാർട്ട് ഓഫ് കോച്ചിങ് ആണ്? ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാവോ? What do you mean by life transformation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാരണം എനിക്ക് കോച്ച് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ സർ എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഏരിയയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലൈഫ് കോച്ച് എന്നുള്ളൊരു സർട്ടിഫിക്കേഷനിലാണ് ഞാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. ബട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പേഴ്സണൽ ഡെവലപ്പിംഗിന് വേണ്ടിയിട്ട് എന്തൊക്കെ കവർ ആകുമോ അതെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇപ്പം. ഓക്കെ, ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണ കേട്ടോ. അത് ആദ്യം ഒന്ന് ശരിയാക്കണം. തെറ്റിദ്ധാരണ. ലൈഫ് കോച്ച് എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് പോലും നമ്മളെ അമ്മമാർക്ക് നമ്മളെ നോക്കാൻ അറിയായിരുന്നല്ലോ അല്ലേ? എങ്ങനെ പ്രസവം കഴിഞ്ഞിട്ട് എങ്ങനെ നോക്കുക, കുട്ടീനെ എങ്ങനെ വളർത്തുക, അതൊക്കെ ലൈഫല്ലേ? ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ അത്? അപ്പം ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ അത് ഹോളിസ്റ്റിക് ആണ്, അത് ഒരിക്കലും സ്പെസിഫിക് അല്ല. നിങ്ങൾ ലൈഫ് കോച്ച് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ക്ലയൻസിനോ കസ്റ്റമേഴ്സിനോ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞു നേരത്തെ, ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ ഇത് ചെയ്യണത് കേട്ടോ, അലൈൻ ചെയ്യണത്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കുറവാണ്, ഉള്ള കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ, കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നില്ല, അതിന് കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്പർ 1, നിങ്ങൾ സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യണം. ആം എ ലൈഫ് കോച്ച് എന്ന് ഡിഫൈൻ ചെയ്താൽ അത് ആ ഡെഫിനേഷൻ തന്നെ ക്ലിയർ അല്ല, കാരണം അത് വേഗാണ്. കാരണം ലൈഫ് എന്ന് വെച്ചാൽ ജനനം മുതൽ മരണം വരെ അതിൻ്റെ അപ്പുറത്തേക്കുണ്ട്, ശരിയല്ലേ? ദാറ്റ്സ് കോൾഡ് ലൈഫ്. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞു ഞാൻ ലൈഫ് കോച്ച് എന്നുള്ള സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയിരിക്കണം, പക്ഷെ ഞാൻ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ആ സെക്ടറിലേക്ക് മാറിയിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അതും ഇതല്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്ത ഒന്നുമല്ല കേട്ടോ, അതിനുള്ള അവകാശം എനിക്കില്ല. ഞാൻ ക്ലാരിറ്റി കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട്. ഞാനത് ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഇടയ്ക്കൂടെ കുറെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം FTയുടെ ചില മെത്തേഡ്സ്, അതുപോലെ തന്നെ ഹിപ്നോതെറാപ്പി. അപ്പം ഇതെല്ലാം കൂടെ കൊളാബ് ചെയ്തിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇത് കൊടുക്കുന്നത്, ആ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പം നിങ്ങൾ ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴും അവിടെയും ക്ലാരിറ്റി ഇല്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നിങ്ങൾ തരുന്നില്ല. തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. വാട്ട് യു മീൻ ബൈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ? കാരണം ഒരു വ്യക്തി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ബോഡിയിലായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫോം ആവാം, ചിലപ്പോൾ അയാളുടെ നോളജിലായിരിക്കും ചിലപ്പം ട്രാൻസ്ഫോർമേഷൻ വരിക, ചിലപ്പം കോൺഫിഡൻസിലായിരിക്കും ട്രാൻസ്ഫോർമേഷൻ വരിക, ചിലപ്പോൾ മാരിറ്റൽ സ്റ്റേറ്റസിലായിരിക്കും ട്രാൻസ്ഫോർമേഷൻ വരിക. അപ്പോൾ നിങ്ങൾ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി വേഗം. ഒരു ഡോക്ടർ, നിങ്ങൾ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്ത് ഡോക്ടറാണ് ചോദിച്ചത്, ഓർമ്മയുണ്ടോ? കാരണം നിങ്ങൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്പെസിഫിക് അല്ല. അത് ചിലപ്പോൾ PhD ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഫിസിഷ്യൻ ആവാം. നിങ്ങൾ ഫിസിഷ്യൻ ആണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു യെസ് ആയുർവേദിക് ഡോക്ടറാണെന്ന് പറഞ്ഞു. കണ്ടോ, അപ്പോഴാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ്, എൻ്റെ പേര് XYZ, ഞാൻ ആയുർവേദിക് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരാന്നുള്ളത്, ശരിയല്ലേ? അപ്പം നമ്മൾ ഡെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് കൊടുക്കണം. ആ ഡെസിഗ്നേഷൻ മാത്രം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലയൻസിനെ തന്നെ കിട്ടില്ല. ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തിട്ട്, സാറോട് ഞാനിപ്പോ പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു ലൈഫ് കോച്ച് എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആക്ച്വലി അതും റോങ് എന്ന് സാർ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ മൈൻഡ് ഹീലർ എന്ന് പറയുന്ന ഒരു വേർഡാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ തോന്നി ഞാൻ തെറ്റാന്ന് പറയുന്നല്ലോ? എന്താ കാരണം?
കാരണം ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, അത് എന്റെ പെർസ്പെക്റ്റീവാ. എനിക്കത് തെറ്റായിരിക്കും, അത് നിങ്ങൾക്ക് തെറ്റാണെന്നില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താ ശരി അത് ശരിയാ. അത് ഞാൻ പറഞ്ഞൊന്നും കേൾക്കാൻ നിൽക്കണ്ട നിങ്ങൾ. ഓക്കെ, ഞാൻ ആ പദം യൂസ് ചെയ്യില്ല. കാരണം അത് എനിക്ക് ശരിയല്ലാത്ത പോലെയാണ്. കാരണം എനിക്ക് അത് നിങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. കാരണം നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഹീൽ ചെയ്യണില്ല. നിങ്ങളുടെ ആയുർവേദിക് ഡോക്ടറാണ്, നിങ്ങൾ ചികിത്സിക്കണം മാത്രമേ ഉള്ളൂ, ഹീൽ ചെയ്യണം നിങ്ങളല്ല. അല്ല, ശരിയല്ലേ? തീർച്ചയായും. അപ്പം നമ്മൾ ഹീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്തൊരു അവകാശം നമ്മൾ നേടിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് രോഗം ഉണ്ടാവും, ഞാൻ ഹീൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ ക്യൂർ ചെയ്ത് തരാമെന്നല്ല, ഞാൻ ട്രീറ്റ് ചെയ്ത് തരാം. അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യണത്. നിങ്ങൾ അതിനുള്ള മരുന്നുകളാണ് വെക്കുന്നത്. ഹീലിംഗ് ക്യൂറിങ് ഒക്കെ അത് വേറെ, അത് നമ്മൾ വിശ്വാസം അനുസരിച്ച് എന്തൊക്കെയുണ്ട്, അതൊന്നും ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല ഇവിടെ. അതൊക്കെയാണോ? തീർച്ചയായും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഗ്രേറ്റ്, എക്സലന്റ്. ഇനി വേറെ നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾ ഡീവിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണം. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ അക്യുപഞ്ചർ ചെയ്തു, നിങ്ങൾ EFT ചെയ്തു, മൈൻഡ് എന്തൊക്കെയോ അത് ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റല്ല, അതായത് ദാറ്റ് മീൻസ് കൺഫ്യൂഷൻ വരുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ, ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലേണിംഗ് എന്ന് പറയാം. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഹൊറിസോണ്ടൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പഠിക്കുക, എല്ലാത്തും ഞാൻ എടുത്തിട്ട് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് അതിൽ മാസ്റ്റർ ആവില്ല നിങ്ങൾ. ഒരിക്കലും ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ലോ കേട്ടോ, ശരിക്കും മനസ്സിലാക്കുക. ഞാൻ അതിന്റെ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിന്റെ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് ലെറ്റ്സ് സേ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക. നിങ്ങൾ ആയുർവേദം പഠിച്ചിട്ടുണ്ട്, അലോപ്പതിയും പഠിച്ചിട്ടുണ്ട്, അതുകൂടാതെ യുനാനിയും പഠിച്ചിട്ടുണ്ട്, അതുകൂടാതെ ഹോമിയോയും പഠിച്ചിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? എല്ലാം കൂടെ പഠിച്ച് എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ക്ലിനിക്ക് നടത്താൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഉറപ്പല്ലേ? അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും. കുറെ ആൾക്കാർ ഞാൻ കോച്ചിങ്ങിൽ മാത്രമല്ല, ജീവിതത്തിൽ തന്നെ അവരെല്ലാം പഠിക്കുന്നിട്ട് എവിടെ എത്തൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിനാണ് നമ്മൾ വേർട്ടിക്കൽ ലേണിംഗ് എന്ന് പറയാം. വേർട്ടിക്കൽ ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കുക, എവിടെ എത്തണം, ജീവിതത്തിൽ എവിടെ എത്തണം എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു കോച്ച് ആവണമെന്ന് കണ്ടുപിടിച്ചു. ഏത് കോച്ച് ആവണം, അത് എങ്ങനത്തെ കോച്ച് ആവണം, ആരാ നിങ്ങളുടെ ക്ലയൻസ്, ആരാ നിങ്ങളുടെ കസ്റ്റമേഴ്സ്, ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു പ്രത്യേക ഏരിയ ഫോക്കസ് ചെയ്യാം. ഒന്നിലും മൈൻഡ് കുഴപ്പമില്ല. അക്യുപഞ്ചർ മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏരിയ ആണ്, അത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെത്തി വരുള്ളൂ. അല്ലാതെ എല്ലാം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വേഗമായി മാറി, നിങ്ങൾക്കറിയില്ല ഹൂ യു ആർ എന്നുള്ള, അത് അവിടെ മാറിപ്പോകും. ആണോ? ശരിയാണോ? തീർച്ചയായും. ഞാൻ പറഞ്ഞ വിഷയം തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഹൂ ഐ ആം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അതെനിക്ക് കുറച്ച് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അവിടെ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം, അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നിങ്ങൾക്ക് വിജയിക്കാനല്ല ആഗ്രഹിക്കുന്നത്, താല്പര്യമുള്ളത്? ഓക്കെ, റൈറ്റ്. നിങ്ങൾക്ക് ഇപ്പം എത്ര ക്ലയൻസിനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു മാസത്തിൽ? കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ, കാരണം നിങ്ങൾ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു ആൻസർ തരാൻ പറ്റുള്ളൂ. മന്ത്ലി നിങ്ങൾക്ക് എത്ര ക്ലയന്റ് കിട്ടുന്നുണ്ട്? അത് ഡിപ്പെൻസ് ആണ്. ഏകദേശം 3 to 5. ഓക്കെ, 3 to 5 ക്ലയൻസ് അല്ലേ? ഈ ക്ലയൻസ് ഒരു സിറ്റിംഗിനാണോ വരുന്നത്, അല്ല പല സിറ്റിംഗിനാണോ വരുന്നത്? അത് ഒരു സിറ്റിംഗിന് വരുന്ന ക്ലയൻസ് ഉണ്ട്. ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ മോഡാണ് വരുന്നത്. അതിനുശേഷമാണ് ഇത്ര സിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എത്ര സിറ്റിംഗ് സാധാരണ നിങ്ങൾ ഒരു കോച്ചിങ് സെഷൻ എത്ര സിറ്റിംഗ്സ് ആണ് വേണ്ടത്? ഇപ്പൊ കൊടുക്കുന്നത് 8 ആണ്. 8 സിറ്റിംഗ്സ്. ഓക്കെ, ഓരോ സിറ്റിംഗ് നിങ്ങൾ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? രണ്ടും ഉണ്ട്. ഓൺലൈൻ പ്രിഫർ ചെയ്യുന്നവർക്ക് ഓൺലൈൻ, ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്നവർക്ക് ഓഫ്ലൈൻ. ഓക്കെ, ഇത് ഗ്രൂപ്പ് ആണോ ഇൻഡിവിജ്വൽ ആണോ? ഇൻഡിവിജ്വൽ ആണ്. എത്ര ഒരു ക്ലയന്റിന് 8 സെഷൻ കൊടുക്കുമ്പോൾ അത് ഒരു മാസത്തിൽ തീർക്കും, അല്ലെ 2 മാസത്തിൽ? എത്ര കാലത്തിന്റെ ഉള്ളത് തീർക്കും? വീക്ക്ലി വൺസ് വെച്ചിട്ടാണ്. വീക്ക്ലി വൺസ് ആണ്. അപ്പൊ നിങ്ങൾ ചുരുങ്ങിയത് 2 മാസം വേണ്ടി വരും അല്ലേ? അപ്പൊ ഈ 2 മാസം എത്ര മണിക്കൂറാണ് നിങ്ങൾ ഓരോ ക്ലയന്റിനൊപ്പം ചെലവാക്കുന്നത്? മിനിമം 1 hour ആണ്. 1 hour. അപ്പൊ നിങ്ങളോട് 8 മണിക്കൂർ ചെലവാക്കി. ശരി, അത് കൂടാതെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കോച്ചിങ് നിങ്ങൾ ഫസ്റ്റിലും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു ക്ലാരിറ്റി കോച്ചിങ് പ്ലസ് അതിന് എല്ലാം ഡിസ്കവറി കോച്ചിങ് ഒക്കെ പറയും. അതിന് ആ ക്ലാരിറ്റി കോച്ചിങ്ങിന് ശേഷം പിന്നെ നിങ്ങൾ 8 സെഷൻസ് നടത്താം. അപ്പൊ ടോട്ടൽ 9 സെഷൻസ് ആണ് നടത്തുന്നത്, ശരിയല്ലേ? ഓക്കെ, ഈ 9 സെഷൻ വെച്ചാൽ ഏകദേശം 9 മണിക്കൂറായി. ഓക്കെ, കാരണം നിങ്ങൾക്ക് 1 മണിക്കൂറിൽ തീരില്ല എന്നുള്ള ഉറപ്പാണ് എനിക്ക്. മനസ്സിലായി? 1 മണിക്കൂറിന് ആള് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ 1.25 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര ഇതിന് ചാർജ് ചെയ്യണം? 36,000. സോ പെർ സെഷൻ എത്ര വരുന്നുണ്ട്?
6,000 വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ ചിലപ്പം ഇത് മീൻസ് ചിലരില് സെഷൻസ് കൂടാറുണ്ട്, 8 സെഷൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ. സോ 6,000 വെച്ചിട്ട് നിങ്ങൾ ഒരു ക്ലയൻസിന് കിട്ടുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റൗണ്ട് അബൌട്ട് 5 ക്ലയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. 5 ക്ലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 36,000 നിങ്ങൾ 2 മാസം. ആക്ച്വലി ഈ 5 ക്ലയൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ 36ന്റെ ആയിരിക്കില്ല. ഫസ്റ്റ് ഞാൻ ഒരു കൺസൾട്ടേഷൻ മോഡിലായിരിക്കും ഫസ്റ്റ് വരുന്നത്. അതിന് 1,000 ആയിരിക്കും പേയ്മെന്റ് വാങ്ങുന്നത്. ഓക്കെ, അതിലായിരിക്കും അവർക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക ചെയ്യുന്നത്. ഓക്കെ. ഈ ഇങ്ങനത്തെ ഫസ്റ്റ് സെഷനിൽ വരുന്ന വ്യക്തികൾ എത്രയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഒരു 10 ഔട്ട് ഓഫ് 10 2 അപ്പോൾ 2% around about, അല്ലേ? 2%. 2 out of 10. ഓക്കെ. അപ്പോൾ ഇത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ? കൂടുതലും സ്ത്രീകളാണ്. ഏത് വയസ്സിലാണ്, ഏത് ഗ്രൂപ്പിൽ പെടുന്ന സ്ത്രീകളാണ് വരുന്നത്? 30+ ആണ് കൂടുതലും. 30+. മാരീഡ് ആണോ അല്ലെങ്കിൽ സിംഗിൾ? മാരീഡ് ആണ്. ഓക്കെ. അവർ എന്ത് ഇഷ്യൂസ് ആയിട്ടാണ് വരുന്നത്? അവർ മെന്റൽ ഇഷ്യൂസ് ആണോ, മെറിറ്റൽ ഇഷ്യൂസ് ആണോ, റിലേഷൻഷിപ്പ് എന്താണ്, എന്ത് ഇഷ്യൂ? മെന്റൽ ഇഷ്യൂസ് ആണ്. അവർക്ക് സ്ട്രെസ്സും അതുപോലെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം ആയിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് ആണ് ഫോക്കസ്? മെന്റൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, നിങ്ങൾ ആരാന്നുള്ള ചോദ്യത്തിന് ഒന്ന് ഒരു ചെറിയ ഒരു സ്പാർക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ചോദിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, എനിക്ക് നിങ്ങൾ അറിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഒരു കോൺഫറൻസ് വെച്ചിട്ട് കണ്ടുമുട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാം നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെറിയ സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഇത് നിങ്ങൾ ഈ ലൈഫ് കോച്ച്, ട്രാൻസ്ഫോർമേഷൻ കോച്ച്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് പറയാം, ടൈറ്റിൽ ഒന്ന് പറയാൻ പറ്റും? മെന്റൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നൊരു അതിനെന്താ ഇപ്പം മനസ്സിലായി? ഇപ്പം പിടുത്തം കിട്ടി നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? നമ്മൾ ആ വേഗമായിട്ടുള്ള അതിൽ നിന്ന് ഇപ്പം ഞാൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭൂമിയിലെവിടെ ഞാൻ യൂണിവേഴ്സിലാണ് ഒരു വ്യക്തിയാണ്. ഞാൻ യൂണിവേഴ്സിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് എർത്തിലാന്ന് പറയും. എർത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഏഷ്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇന്ത്യയിലെവിടെ കേരളത്തിലെവിടെ മലപ്പുറത്തിലെവിടെ തിരൂരെവിടെ നെടുലങ്ങാടിയുടെ മുള്ളത്തേൽ ഹൗസ്. മനസ്സിലായ? അപ്പോഴാണ് സ്പെസിഫിക് ആവുന്നത്. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മളെല്ലാ കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാളായിട്ട് മാറും. അപ്പം നിങ്ങളുടെ ടൈറ്റിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. അപ്പം ആദ്യം നമുക്ക് അതൊന്നും ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ടൈറ്റിൽ എന്തായിരിക്കും? ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് സ്ത്രീകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്, വിമൻ ആണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് കൂടുതൽ, അല്ലേ? ഓക്കെ, ആ വിമൻ ആണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ഇഷ്യൂസ്, സ്ട്രെസ് ഇഷ്യൂസ് ആണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എന്താണ് ഒരു പേര്, നിങ്ങളുടെ ടൈറ്റിൽ എന്തായിരിക്കും? എന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം. ഒരു കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് ഇന്ന് ഇത് ഈ ഒരു സെഷൻ കഴിഞ്ഞ് പോകുമ്പം സമാധാനമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടണ്ട. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നിട്ടുള്ളത്? അതിനു വേണ്ടിയില്ല വന്നിട്ട് ആണോ? ശരിയാണോ? അപ്പൊ എൻ്റെ അടുത്തൊന്നും കിട്ടാൻ പോകില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ അടുത്തൊന്നും കിട്ടാൻ പോകില്ല, പക്ഷെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ വരുന്ന ഒരു 10 ക്ലയൻസ്, ഇപ്പം നിങ്ങളുടെ അടുത്ത് വരുന്ന 10 ക്ലയൻസിന് നേരെ മുമ്പിൽ കാണാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. അവർ 5-10 പേര് നിങ്ങൾ മുമ്പിലേക്കുണ്ട്. എന്ത് പ്രശ്നമായിട്ട് അവർ വരുന്നത്? അവരുടെ ഫാമിലി പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റാത്ത കേസുകൾ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നു. നിങ്ങൾ കംഫർട്ടബിളും അവർ പൈസ തരാൻ റെഡി ആയിട്ടില്ല. ഇതൊക്കെ നോക്കണം കേട്ടോ. ഇത് നോക്കണം. കാരണം നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഫ്രീ ആയിട്ട് ചാരിറ്റി ആണ് ഇത് ചെയ്യണത്, നിങ്ങൾ അല്ലല്ലോ. അല്ല, അപ്പൊ പൈസ കിട്ടണ്ടേ? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാന്നുള്ളത് നോക്കണം. ഏജ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഏതിലാന്ന് നോക്കണം. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എല്ലാം കൂടെ എടുക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചിലവരുണ്ട് റിലേഷൻഷിപ്പ് കോച്ച് എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും what do you mean by റിലേഷൻഷിപ്പ്? ഞാൻ എല്ലാവരും ചോദ്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് കോച്ചിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കല്യാണം ശരിയാക്കി കൊടുക്കാം. ഓക്കെ, ചിലവരുണ്ട് കല്യാണം ശരിയാക്കി കൊടുക്കുന്നത്, ചിലവരുണ്ട് കല്യാണം ബ്രേക്ക് ചെയ്യണം. അതറിയും. അങ്ങനത്തെ കോച്ചസ് ഉണ്ട്. അത് പ്രൊഫഷണൽസ് അതായത് കുട്ടികളുടെ അച്ഛനും അമ്മയും പോയിട്ട് പറയും ഇവർ രണ്ടാൾ എൻ്റെ മകള് മറ്റാളായിട്ട് ഭയങ്കര സ്നേഹത്തില്ല, അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതൊന്ന് തകർക്കാൻ നോക്കും. ഞാൻ നിങ്ങൾക്ക് ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞാൽ അത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ, അല്ലാതെ ഇതല്ല കേട്ടോ, ബ്ലാക്ക് മെയിലിംഗ് അല്ല. പ്രൊഫഷണൽ ആയിട്ട് ആ കോച്ച് കൊടുത്തിട്ട് അതും റിലേഷൻഷിപ്പ് കോച്ചിങ് എന്റെ അടുത്തും വന്നിട്ടുണ്ട് ചിലര്. പിന്നെ പിരിക്കാൻ വേണ്ടി. എക്സാക്ട്ലി കറക്റ്റ്.
അപ്പൊ പിന്നെ അടുത്തതുള്ളത് ഡിവോഴ്സ് കോഴ്സാണ്. അതായത് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യേണ്ടത്, നിങ്ങൾ ഹൗ ക്യാൻ യു ഹാൻഡിൽ വോൺസ് യു ഗോട്ട് ഡിവോഴ്സ് എന്നുള്ള അതിനുള്ള കോച്ചസ് ഉണ്ട്. അതേപോലെ ഇത് മരണം കഴിഞ്ഞിട്ട്, അതായത് നിങ്ങളൊരു ഇതാണെങ്കിൽ വിഡോ ആണെങ്കിൽ അതിനുള്ള കോച്ചിങ് ഉണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നും പറഞ്ഞാൽ മാത്രം അത് ഇൻകംപ്ലീറ്റ്. ഇപ്പം നേരത്തെ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഇത് കേൾക്കുന്ന ഒരുപാട് കോച്ചസ് ഉണ്ട്. അവർക്കൊക്കെ ഇത് സഹായമാണ്. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങളോട് നന്ദി പറയും ഞാൻ. അവർക്കൊക്കെ ഇതൊരു സഹായമാണ്. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പിൻ പോയിന്റ് ചെയ്യാൻ പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് 10 സ്ത്രീകളാണ്, കൂടുതൽ സ്ത്രീകളല്ലേ? അപ്പൊ നമുക്കൊരു വിമൻ എന്നുള്ള അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഓക്കെ. കോച്ച് എന്നുള്ള പദം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഓക്കെ. അപ്പൊ നമുക്ക് ആ ടൈറ്റിൽ നിങ്ങൾ ആരും ചോദിച്ചാൽ വിമൻ എന്നുള്ള പേര് ആദ്യം വരണം, കോച്ച് എന്നുള്ള ലാസ്റ്റിന് വരണം. അതിന് നടുവിലത്തെ വാക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. എന്തായിരിക്കും നടുവിലത്തെ വാക്ക്? ഈ ട്രാൻസ്ഫോർമേഷൻ ഒന്നും വേണ്ട കേട്ടോ, അതൊക്കെ ട്രാൻസ്ഫോർമേഷൻ ലൈഫ് അതൊന്നും വേണ്ട. വളരെ സ്പെസിഫിക് ആയിട്ട് ഓക്കെ. വിമൻ മൈൻഡ് കോച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അത് ഒരുപാട് ആൾക്കാർ ഓൾറെഡി എടുത്തു കഴിഞ്ഞിരിക്കണം. ഒരുപാട് ആൾക്കാരുണ്ട്. എവിടെ താഴത്ത് MBA പോലെ തന്നെ ഇപ്പൊ മൈൻഡ് കോച്ചസ് എല്ലാ സ്ഥലത്തും കാണാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. ഒരുപാട് പേര് ഇവിടെ വരുന്നത് നിങ്ങൾ കാണാം. മൈൻഡ് ഒഴിവാക്കുക. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ എന്തായിരിക്കും നിങ്ങൾ എന്ത് സൊല്യൂഷൻ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്? അവിടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ, അവർ എന്ത് പ്രോബ്ലം ആയിട്ടാണോ വരുന്നത്, അപ്പൊ എന്ത് മെയിൻ സൊല്യൂഷൻ എന്തായിരിക്കും നിങ്ങൾ കൊടുക്കണ്ടാവും? കാരണം ഡിഫറെന്റ് പ്രോബ്ലംസ് ആണല്ലോ വരുന്നത്. പക്ഷെ എന്തെങ്കിലും കൊടുക്കണ്ടാവില്ല, ഒരു മെഡിസിൻ കൊടുക്കണ്ടാവില്ല നിങ്ങൾ? നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് കാമാക്കിയിട്ടിട്ട് അവരുടെ പ്രോബ്ലംസിനെ കണ്ടെത്താണ് ചെയ്യുന്നത്. അതിനുശേഷം എന്തെങ്കിലും അവിടെ ഹീലിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുകയായിരിക്കും. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ എന്താണോ വരുന്നത് അതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, തെറ്റായിട്ടുള്ള എക്സാമ്പിൾ കേട്ടോ, തെറ്റാണ് കേട്ടോ, ഇത് സ്വീകരിക്കുക. വിമൻ ഹീലിംഗ് കോച്ച് ഉദാഹരണമാണ്, എക്സാമ്പിൾ ആണ്, അത് എടുക്കരുത്. വിമൻ ഹീലിംഗ് കോച്ച് എന്ന് വെച്ചാൽ അപ്പൊ നമുക്കൊരു അർത്ഥം മനസ്സിലാവും. ഒരാൾക്ക് ഹീൽ ചെയ്യണ ഒരു ഡോക്ടറെ പോലെയാണ് നമ്മൾ കാണുന്നത്, മനസ്സിലായി? അതേപോലെ തന്നെ എന്തെങ്കിലും ഇത് ഹീലിംഗ് എന്ന് വെച്ചാൽ ഔട്ട്കം, അത് കണ്ടോ? മൈൻഡ് എന്ന് വെച്ചാൽ ഔട്ട്കം അല്ല, മനസ്സിലായി? ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ഹീലർ അല്ല. ലോകത്ത് തന്നെ ആരും ഹീലർ അല്ല. അതാണ് അതിന്റെ സത്യാവസ്ഥയാണ്. അത് നിങ്ങൾക്ക് വേണം ഇടാം കേട്ടോ, അതിന് യാതൊരു തെറ്റില്ല. അത് എന്റെ പെർസ്പെക്റ്റീവ് കേട്ടോ, അപ്പൊ ഹീലർ നിങ്ങൾ ഉടനെ ഇടാട്ടോ. ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്റെ പെർസെപ്ഷൻ അനുസരിച്ച് അത് തെറ്റാന്നുള്ള അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമല്ല. അപ്പം ഹീലർ എന്ന് പറഞ്ഞാല്, ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഔട്ട്കമ്മാ അല്ലേ? ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ട്കം. അതേപോലത്തെ എന്ത് ഔട്ട്കമ്മാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അല്ലാതെ ആൾക്കാർ വരില്ല നിങ്ങളടുത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്കം എന്താണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പേരിലുണ്ടായിരിക്കും. ആയിക്കോട്ടെ, എനിക്കറിയില്ല ഹാപ്പിനെസ് ആണോ? തിരിച്ചു പോകുന്ന ആളുകള് സാറ്റിസ്ഫൈഡ് ഹാപ്പി നിങ്ങൾ അതിൽ ഹാപ്പിയാണോ? ഉറപ്പാണ്. 0 to 10 എത്ര ഉറപ്പാണ് നിങ്ങൾ? 9.9. ഉറപ്പല്ലേ? ഓക്കെ. അപ്പൊ ഇതാ വിമൻ ഹാപ്പിനെസ് കോച്ച്, എന്താ പാടത്? അല്ലെ ആ യെസ്സിൽ ഒരു ഉഷാറില്ല. അതാ പറഞ്ഞു. അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി എന്താ നിങ്ങൾ കൊണ്ടുവരാൻ? ഇപ്പൊ ഇന്റെ ടൈറ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്റെ ടൈറ്റിൽ ഒരുപാട് പ്രാവശ്യം മാറിയിട്ടുണ്ട്. ഇന്റെ ടൈറ്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. 3 വാക്യേ പാടുള്ളൂ. നിങ്ങളുടെ ടൈറ്റിൽ 3 വാക്യേ പാടുള്ളൂ. ഇന്റേത് ആദ്യത്തെ വാക്ക് CEO എന്നാ, രണ്ടാമത്തെ ലീഡർഷിപ്പ് എന്നാ, മൂന്നാമത്തെ മാസ്റ്റർ കോച്ച് എന്നാ. CEO ലീഡർഷിപ്പ് മാസ്റ്റർ കോച്ച്. അപ്പോൾ ഏതാളും എൻ്റെ പേരിന് താഴെ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് CEOസിനെ ട്രെയിൻ ചെയ്യുന്ന, ലീഡർഷിപ്പ് ട്രെയിൻ ചെയ്യുന്ന മാസ്റ്റർ കോച്ചാണുള്ളത്. ശരിയല്ലേ? എൻ്റെ വേറൊരു സ്റ്റുഡൻ്റ് എടുക്കാം, ഷമീറ ബുഖാരിനെ വേണം എടുക്കാം, കാലിക്കറ്റുള്ള. അപ്പോൾ അവർ വിമൻ എംപവർമെൻറ്റ് കോച്ചാണ്. ഇപ്പോൾ അവർ വേറെ ഇതിലേക്ക് മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ. സഫ്വാന ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സഫ്വാന ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പേര് മാത്രം, പേര് സഫ്വാന. ഇഫ് യു ആർ ദേർ, ജസ്റ്റ് അൺമ്യൂട്ട് യുവർസെൽഫ് ആൻഡ് ടെൽ വാട്ട്സ് യുവർ ഡെസിഗ്നേഷൻ. Yes. Yeah, what's My your name is Safina. I'm a leadership success coach. ലീഡർഷിപ്പ് സക്സസ് കോച്ച്. ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. അപ്പം അത് കൃത്യമായിരിക്കണം. എന്താണ് നിങ്ങളുടെ ഡെസിഗ്നേഷൻ പറയാം. ഹാപ്പിനെസ് എന്ന് എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാലഞ്ച് ഉണ്ടാവും കേട്ടോ, അത് ഞാൻ പറഞ്ഞല്ലേ.
ഒരുപാട് ചാലഞ്ച് ഉണ്ടാവും. ഇവള് ആരാണ് അതുകൊണ്ടാണ് ഹാപ്പിനെസ് ആക്കാം, സ്വന്തമായിട്ട് ഹാപ്പി അല്ലാത്ത അവൾ എങ്ങനെ എന്നെ ഹാപ്പി ആക്കാം, അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. തീർച്ചയായും അത് അതുകൊണ്ടാണ് ഞാൻ അത് ഇഷ്ടംമാതിരി ഓക്കെയാണ്. ഇപ്പൊ നാടൻ ലാംഗ്വേജിന് കൊട്ടക്കണക്കിൽ കിട്ടും. അതാ ഞാൻ ചോദിച്ചത് നിങ്ങളെ ഹാപ്പിനെസ് കൃത്യമാണെന്നല്ലോ. വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ടൈറ്റിൽ ഇടാൻ. ഹാപ്പിനെസ് അല്ലെങ്കിൽ വേറെ എന്താ നിങ്ങളുടെ വളരെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യുന്ന ഡെസിഗ്നേഷൻ എന്താ? ആലോചിച്ചോളൂ. ആപ്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം നാളെ. കിട്ടണില്ല. കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഓട്ടോമാറ്റിക് നിങ്ങളുടെ മൈൻഡ് കോച്ച് അല്ലേ. നിങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മൈൻഡിനെ അവിടെ ബ്ലോക്ക് ആയില്ലേ? ശരിയല്ലേ? ഓക്കെ, EFT ഒക്കെ ചെയ്തു വെക്കാം. എന്നിട്ട് പറ. ആരും കാണുന്നില്ല. എവിടേക്കാ ടാപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ ടാപ്പ് ചെയ്തിട്ട് പറയാം എന്താണ് നല്ലൊരു വാക്ക്. ഇത് കേൾക്കാൻ കുറേ കോച്ചസ് ഇപ്പോൾ കാത്തിരിക്കണ്ട. അവർക്കൊക്കെ ഉപകാരം ചെയ്യണം നിങ്ങൾ. വാട്ട് ഇസ് ദറ്റ് വൺ വേർഡ് ദറ്റ് ഇസ് കമ്മിങ് ഇൻ യുവർ മൈൻഡ്? എനിക്ക് പറയാം, ഞാൻ പറയില്ല. ഞാൻ കോച്ചാണ്. കോച്ച് ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളടുത്താണ് അതിൻ്റെ കഴിവുള്ളത്. നിങ്ങളായിട്ട് വളരെ റെസനേറ്റ് ചെയ്യുന്ന ഒരു വാക്ക്. ആ വാക്ക് ചിലപ്പോൾ ഇന്നേറ്റ് റെസനേറ്റ് ചെയ്യണമെന്നില്ല. ഹീലിംഗ് ഇന്നേറ്റ് റെസനേറ്റ് ചെയ്യണില്ല. ഹാപ്പിനെസ് ഇന്നേറ്റ് റെസനേറ്റ് ചെയ്യണില്ല. പക്ഷെ നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളായിട്ട് വളരെ അടുത്ത് റെസനേറ്റ് ചെയ്യണ ഒരു വാക്ക്. ഓക്കെ, നോക്കാം നമുക്ക്. വിമൻ മെന്റൽ കോച്ച് ആണോ? സെറ്റാണ്. വേറെന്താ സെറ്റാവണത്? വേറെന്താ? അവരെന്തിനാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്? അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൈമാണ്. ചിലർക്ക് ഇതായിരിക്കും പ്രോക്രാസ്റ്റിനേഷൻ കോച്ചസ് ഉണ്ട്. അതേപോലെ ചിലരുണ്ട്. എൻ്റെ വേറെ കോച്ചുണ്ട്, ആയിട്ടായിരിക്കും അവർ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ശരിക്കും അവർക്ക് ക്ലാരിറ്റി അല്ലേ കൊടുക്കണം അവർക്ക്? അതെ, ഇതാണ് അവരുടെ പ്രോബ്ലം എന്ന് കണ്ടെത്തിയിട്ടാണ് അപ്പോഴാണ് അവർ ചോദിക്കുന്നത് ഇതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും നിങ്ങൾ അവർക്ക് ഞാൻ ചോദിക്കാം, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാം, അവർക്ക് നിങ്ങൾ ഒരു ക്ലാരിറ്റി അല്ല കൊടുക്കുന്നത്? ഉറപ്പില്ല, എനിക്കറിയില്ല. ക്ലാരിറ്റി ആണോ കൊടുക്കുന്നത്? അവർക്ക് കുറച്ച് എന്തൊക്കെയോ ബ്ലോക്സ് ഉള്ളത് മാറ്റിട്ട് ഒരു ക്ലാരിറ്റി ആണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? എന്തോ സാധനം നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ല, എന്തോ ഒരു മരുന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ശരിയല്ലേ? ആ മരുന്ന് കഴിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം വരുന്നത്. താങ്ക് യു പറഞ്ഞ് നിങ്ങൾക്ക് 6,000 റുപ്യ വെച്ചിട്ട് ഓരോ ദിവസം തരുന്ന 35,000 റുപ്യ നിങ്ങൾക്ക് തരുന്ന അവർക്ക് എന്തോ സംഭവം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാതെ എന്താണോ കൊടുക്കുന്നത്. ആ ക്ലാരിറ്റിയിലൂടെ അവരൊരു തിരിച്ചറിവ് ഉണ്ടാകുകയല്ലേ ചെയ്യുന്നത്. തിരിച്ചറിവിന്റെ മലയാളം ഇംഗ്ലീഷ് എന്താണ്? നോട്ട് ഗെറ്റിംഗ് ദ വേർഡ്. അതുകൊണ്ടാണ് ആ വേർഡ്. റിയലൈസേഷൻ ആണോ? റിയലൈസേഷൻ. ഓക്കെ, സെൽഫ് റിയലൈസേഷൻ കോച്ചാണോ നിങ്ങൾ? ഒരു വ്യക്തിന്റെ അവർ ആരാണ് ഇപ്പൊ ഞാൻ നിങ്ങളായിട്ട് ചെയ്യുന്നത് പോലെ സെൽഫായിട്ട് റിയലൈസ് ചെയ്യണം, അവരെ കപ്പാസിറ്റി പുറത്ത് കൊണ്ടുവരുന്ന കോച്ചാണോ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുക നിങ്ങളോട്. ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് ദാറ്റ് യു ആർ ഗിവിംഗ്. എന്താണത്? എന്താണ് അവരുടെ റിയൽ പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം അവർ പ്രോബ്ലംസ് എന്താണെന്നുള്ള അല്ലെങ്കിൽ അവർ ചാലഞ്ച് കൂടെ പോകണതെന്നുള്ള അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുകയാണോ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത്? അത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ ആണ്. ഒരു ആൾക്ക് രോഗം കണ്ടുപിടിക്കുക, ഇതാ നിനക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്, അല്ല ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആ കൊടുക്കണം നിങ്ങൾ? ഏതാ കൊടുക്കണം നിങ്ങൾ? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് അല്ലേ? നിങ്ങൾക്ക് ക്യാൻസർ ആണ്, ഓക്കെ, അടുത്ത പേഷ്യന്റ് വാ, നിനക്ക് നിനക്ക് ഇത് അൾസർ ആണ്, ഓക്കെ, അടുത്ത അല്ലല്ലോ, നിങ്ങൾ അതിന് ഒരു മരുന്ന് കൊടുക്കണില്ലേ? അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്, ശരിയല്ലേ?
അതെ. ഉം, അപ്പൊ ആ സൊല്യൂഷനാണ് വേണ്ടത്. ഉം. ആ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നമുക്കിവിടെ വേണ്ടത്. അത് ട്രാൻസ്ഫോർമേഷൻ അത് ഒരു വേഗമാണ്. ക്ലാരിറ്റി ആണോ നിങ്ങൾ കൊടുക്കുന്നത്, അല്ല വേറെ എന്താ നിങ്ങൾ കൊടുക്കുന്നത്? അവർ തിരിച്ചു പോകുമ്പോൾ സന്തോഷിക്കാൻ കാരണം എന്താ? അതിൽ നിന്നും പലരും ഇപ്പൊ കൺസൾട്ടേഷൻ വരുന്നത് ഫസ്റ്റ് കൺസൾട്ടേഷൻ അതിൽ നിന്നും ഫ്രീ ആയിട്ടുണ്ടാകും. ഉം. അതായത് ലാസ്റ്റ് വീക്ക് അപ്പൊ നിങ്ങൾ ഒരു സ്ട്രെസ് ഉള്ള ആൾക്കാരാണോ നിങ്ങൾ ഫ്രീ ആക്കുന്നത്? സ്ട്രെസ്സുള്ള ഏത് പ്രോബ്ലം ആണെങ്കിലും ഓക്കെ. ഒരു അപ്പൊ നിങ്ങൾ 70% ആളുകളും ആ ഒരു ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ഓക്കെ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ എന്ന് വെച്ചാൽ അവർക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ അവർക്ക് അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവരുടെ ഓക്കെ. പ്രോബ്ലത്തിൽ നിന്നും ആ ഒരു ഫ്രീ ആകാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഫ്രീ എന്നുള്ള പദം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇല്ല. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിമൻ ഫ്രീഡം കോച്ച് എന്ന് വേണം പറയാം, സ്ട്രെസ് ഫ്രീഡം കോച്ച് എന്ന് വേണം പറയാം. മനസ്സിലാവുണ്ടോ? സ്ട്രെസ്സിൽ നിന്ന് ഫ്രീഡം കിട്ടുന്ന ഒരു വ്യക്തി എന്നുള്ള അതാണോ നിങ്ങൾ ചെയ്യുന്നത്? എനിക്കറിയില്ല, അതാണ് ചോദിക്കണം. എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് തന്നെ ക്ലിയർ ആയിട്ടില്ല. കാരണം നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതൊക്കെ ഡിഫറെന്റ് കേസസ് ആണ്. ഒരേ പാറ്റേണിലുള്ളത് അല്ല ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് കൺഫ്യൂഷൻ വരുന്നത്. അവിടെ വരുന്ന വ്യക്തികൾ ഏകദേശം ഒരേ ടൈപ്പ് പെയിൻ ഉണ്ടാവുമല്ലോ അല്ലേ? മാരേജ് റിലേറ്റഡ് ആണോ, ഫിസിക്കൽ റിലേറ്റഡ് ആണോ, എന്താണത്? ഫിസിക്കൽ അല്ല, അപ്പൊ അത് മാരേജും അല്ല. മാരേജ് മാരേജ് വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഡിവോഴ്സിന്റെ വക്കിലൊക്കെ നിന്നിട്ട് ആ ഒരു ലാസ്റ്റ് സൈനിങ്ങിനും തൊട്ട് മുമ്പ് പാച്ചപ്പായി പോയിട്ടുള്ള ആളുകളുണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പൊ പിന്നെ എന്താണ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്ല, അപ്പൊ നിങ്ങൾക്ക് ഒരു എന്തോ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ആൾക്കാർ വരില്ല നിങ്ങളുടെ അടുത്ത്. എന്താണ് നിങ്ങൾ സ്ട്രെസ്സിന് സൊല്യൂഷനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? ഒരു സാധനം ഉണ്ടാവും. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടാവില്ല. കാരണം അവരുടെ ഒരു മെന്റൽ ഹെൽത്തിനെ നമ്മൾ ഒക്കെ ആക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ മെന്റൽ ഹെൽത്ത് അതിന്റെ കോച്ചാണോ നിങ്ങൾ? മെന്റൽ റിലാക്സേഷന്റെ കോച്ചാണോ നിങ്ങൾ? മെന്റൽ ക്ലാരിറ്റിന്റെ കോച്ചാണോ നിങ്ങൾ? എന്താണ് മെന്റൽ ക്ലാരിറ്റി കോച്ച്? അത് കൊള്ളാവോ? അത് ഇഷ്ടപ്പെട്ടു. ഇതാണ് സംഭവം, ഇത്രേ ഉള്ളൂ. മെന്റൽ ക്ലാരിറ്റി കോച്ച് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയും. വിമൻസ് മെന്റൽ ക്ലാരിറ്റി കോച്ച് എന്ന് പറഞ്ഞ ആവശ്യമില്ല, മെന്റൽ ക്ലാരിറ്റി കോച്ച്. അപ്പോൾ ഏത് കക്ഷികൾ വരും? കാരണം മെന്റൽ ക്ലാരിറ്റിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഫീമെയിൽ ഡോക്ടേഴ്സ് ആയിട്ട് മെയിൽ പോകില്ലേ? ഇപ്പൊ ആണുങ്ങൾക്ക് കൂടുതൽ മെന്റൽ ഇഷ്യൂസ് ഉള്ളു, അതറിയോ നിങ്ങൾക്ക്? ഈവൻ ഫീമെയിലിനേക്കാൾ കൂടുതൽ. അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? മെന്നിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ മെയിലിനെ മാത്രമേ ഉള്ളൂ, അല്ല സോറി ഫീമെയിലിനെ മാത്രമേ. അപ്പൊ ഇവിടെ ഫീമെയിൽ എന്നുള്ള പദം എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും? ഫീമെയിൽ മെന്റൽ എന്താ നമ്മൾ പറഞ്ഞു? വുമൺ മെന്റൽ ക്ലാരിറ്റി കോച്ച്. അത് കുറച്ച് കൂടുതലായി പോയി അല്ലേ? അത് പിന്നെ വിമൻ എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ ഇടേണ്ടി വരും. ഓക്കെ. അപ്പൊ നമ്മൾ 3 വാക്കിൽ അവസാനിപ്പിക്കുക. അപ്പം മെന്റൽ എന്താ, ഒന്നും കൂടെ പറയാമോ? മെന്റൽ ക്ലാരിറ്റി കോച്ച്. MCC അല്ലേ? MCC മെന്റൽ ക്ലാരിറ്റി കോച്ച്. അതിന്റെ ബ്രാക്കറ്റിൽ പിന്നെ നിങ്ങൾക്ക് ഒല്ലി ഫീമെയിൽ എന്ന് പറഞ്ഞ ഒല്ലി കിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയില്ല, ഹെയർ കട്ടിങ് അല്ലെങ്കിൽ സൊലൂണിലൊക്കെ ഉണ്ടല്ലോ, ഒല്ലി മെയിൽ ഒല്ലി ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വേണം കൊടുക്കാൻ. നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മെന്റൽ ക്ലാരിറ്റി കോച്ച്. പക്ഷേ കുറച്ചും കൂടെ, കാരണം ചില ആളുകൾക്ക് ഇത് മനസ്സിലാകില്ല. ഓക്കെ. അപ്പൊ മനസ്സിലാവണ ഏതായിരിക്കും? ക്ലാരിറ്റി എന്നുള്ളത് മനസ്സിലാവണ്ടോ? ക്ലാരിറ്റി കോച്ച് എന്നുള്ളത് ക്ലാരിറ്റി എന്ന് വെച്ചാൽ പക്ഷെ എല്ലാവർക്കും ആ ഒരു വേർഡ്, കാരണം ഇപ്പൊ ഞാൻ ഹീലിംഗ് എന്നുള്ള മൈൻഡ് ഹീലർ എന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരിക. അപ്പം ബാക്കിയുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ആയിരിക്കണം. ഏത് വാക്കോടെ മാറ്റേണ്ടത്? മൈൻഡ് ആണോ, മെന്റൽ ആണോ, അല്ലെങ്കിൽ ക്ലാരിറ്റി ആണോ? എന്താണ് മാറ്റേണ്ടത്? ക്ലാരിറ്റി ആണോ? മൈൻഡോ അല്ല മെന്റൽ ഓക്കെ ആണോ നിങ്ങൾക്ക്? അതിൽ ഹാപ്പി ആണോ?
മെന്റൽ പകരം മൈൻഡ് ഓക്കെ ആയിരിക്കും ഓക്കെ ബെറ്റർ എന്ന് ഓക്കെ തോന്നുന്നു. മൈൻഡ്. ഓക്കെ, ക്ലാരിറ്റി മാറ്റിയിട്ട് കോച്ച്. ഓക്കെ, മൈൻഡ് എന്താണ് നിങ്ങൾ ചെയ്യണത്? മൈൻഡ് ഹാപ്പിനെസ്. അത് ഓക്കെയാണോ? നിങ്ങൾ ഹാപ്പിയാണോ അതിൽ? ഹാപ്പിനെസ് എന്നുള്ള വേർഡ് മാറ്റിയാൽ അല്ല, നിങ്ങൾ നോക്കുക മൈൻഡ് ഹാപ്പിനെസ് കോച്ച് ആണോ? അവിടെ മനസ്സ് നിറഞ്ഞല്ലേ ആൾക്കാർ പോകുന്നത്. അതെ അതെ, മൈൻഡ്ഫുൾനെസ്, അത് നിങ്ങൾക്കറിയുള്ളൂ. മൈൻഡ്ഫുൾനെസ്. പക്ഷെ അതെനിക്ക് മൈൻഡ്ഫുൾനെസ് ആ പറയൂ. അത് മൈൻഡ്ഫുൾനെസ് യൂസ് ചെയ്താൽ അത് എന്തോ മാച്ച് ആകാത്തൊരു ഫീൽ. എന്താ കാരണം? അത് മാച്ച് ആകുന്നില്ല എന്ന് തോന്നുന്നു. മൈൻഡ്ഫുൾനെസ് എന്നുള്ളൊരു വേർഡ് അത് ആരെ ആപ്റ്റ് ആകണില്ല എന്ന് തോന്നുന്നു. ആർക്ക് തോന്നുന്നു? നിങ്ങൾക്കാണോ മറ്റുള്ളവർക്കാണോ? എനിക്കും തോന്നുന്നുണ്ട്. അല്ല, എന്താ കാരണം മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്? എനിക്ക് എനിക്കത് മാച്ച് ആവണില്ല എന്ന് തോന്നിട്ടില്ല. എനിക്കത് മാച്ച് ആവണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്കത് മാച്ച് ആവണമെന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് കുറച്ചും കൂടെ എനിക്ക് വിമൻ മൈൻഡ്ഫുൾനെസ് കോച്ച് എന്ന് പറയാം. വിമൻ മൈൻഡ്ഫുൾനെസ് കോച്ച് അതാണ്. പക്ഷെ അത് അത് എന്ത് ഒരുപാട് ലെങ്തി ആയി ഇല്ല പോകുന്നു. ഇല്ല ഇല്ല പിന്നെ ഇല്ല ചിലപ്പം മൂന്ന് വാക്ക്. അപ്പൊ ഇന്ത്യ മാസ്റ്റർ കോച്ച് എന്നുള്ള ആ ഒറ്റ പദം എത്ര? MASTERCOACH ഒറ്റ വാക്കാണത് മാസ്റ്റർ കോച്ച്. അത് വേറെ ഒരു ലോകത്ത് ഉപയോഗിക്കണില്ല കേട്ടോ. അത് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. ഒറ്റ വാക്കാണത് മാസ്റ്റർ കോച്ച് എന്നുള്ളത്. പക്ഷേ ഈ മൈൻഡ്ഫുൾനെസ് കോച്ച് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ പ്രത്യേകിച്ചിട്ട് മറ്റേ വിമൻ അല്ല ഫീമെയിൽ അല്ലെങ്കിൽ വിമൻ മൈൻഡ്ഫുൾനെസ് കോച്ച് അങ്ങനെ ഉപയോഗിക്കണ്ടാരെങ്കിലും? ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് വുമൺ എന്നുള്ളൊരു സ്പെസിഫിക്കേഷനിൽ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ മൈൻഡ്ഫുൾനെസ് കോച്ച് അല്ലെങ്കിൽ മൈൻഡ് കോച്ച്, അപ്പൊ പിന്നെ വേറെ എന്താ ഉള്ളത്? മൈൻഡ് വെൽനെസ് കോച്ച് അത് കുറെ കേൾക്കാറുണ്ട്. അപ്പൊ പിന്നെ വേറെ എന്താണുള്ളത്? അപ്പൊ നിങ്ങൾ നേരത്തെ മൈൻഡ് ഒന്ന് പറഞ്ഞു ചെയ്തു. മൈൻഡ് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ വേറെ മൈൻഡ് തന്നെ വേർഡ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? ഒന്നില്ലെങ്കിൽ ക്ലാരിറ്റി എടുക്കല്ലേ, വേറെ എന്താ എടുക്കുക? മൈൻഡ് ക്ലാരിറ്റി കോച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അത് മെന്റൽ ക്ലാരിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് മൈൻഡ് ക്ലാരിറ്റി കോച്ച് MCC? അതെങ്ങനെയുണ്ട്? ഒക്കെയാണ്. ബട്ട് എന്തോ എന്താണ് മിസ്സിങ് അവിടെ? സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് പോലോ, എന്തോ ഒരു മിസ്സിംഗ് ഫീൽ. എന്താണ് അവിടെ മിസ്സിങ്? എന്താണ് അത് മനസ്സിലാകുന്നില്ല. ബട്ട് എന്തോ ഒരു മിസ്സിംഗ്. ഫോക്കസ് ചെയ്യുക. എന്തിലാണ്, എവിടെയാണ് അത്? ഒരു ഇതില്ലാത്ത ഒരു മണ്ണ് കടിക്കണ പോലെ ക്ലാരിറ്റിയിലാണോ, മൈൻഡാണോ, എവിടെയാണത്? ക്ലാരിറ്റി, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഓക്കെ, അത് മൈൻഡിലാണോ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നത്? അതെ, മൈൻഡിൽ സാറ്റിസ്ഫാക്ഷൻ ആ വാക്ക് നിങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കാൻ പറ്റുമോ? സാറ്റിസ്ഫാക്ഷൻ ആണോ? അതെ, എനിക്കറിയില്ല, ഞാൻ ചോദിക്കാം. എല്ലാം ഫുൾഫിൽമെന്റ് ആണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഹാപ്പിനെസ് വ്യത്യാസമുണ്ട്, ഫുൾഫിൽമെന്റ് വ്യത്യാസമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. ഒക്കെ ഫീലിംഗ് തന്നെ, എല്ലാം ഫീലിംഗ് തന്നെയാണ്. ഡോപ്പമീൻ എല്ലാത്തിനും ഉണ്ട്, പക്ഷെ എല്ലാത്തിനും ഡോപ്പമീൻ ലെവൽ വ്യത്യാസമുണ്ട്. ഏതാണ് വേണ്ടത്? അത് തീരുമാനിക്കാതെ നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ജനങ്ങൾ നിങ്ങളെ ഡോർ വന്ന് നോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം നിങ്ങൾ ആരാന്നുള്ള മനസ്സിലാവണം. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അപ്പൊ ഇത് ഇന്ന് തീരുമാനിക്കാം നമ്മൾ. കാരണം ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കാത്തിക്കുന്നുണ്ട് ഇവിടെ. യൂട്യൂബിൽ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. പറയാം. അപ്പൊ എന്താണ്? 37 മിനിറ്റ് ആയിട്ടോ. ഇല്ല, സ്പെൻഡ് ഒന്നുമില്ല. ഇത് എന്റെ ഉദ്ദേശം ഒരു വ്യക്തി മൈൻഡ് ഡെവലപ്മെന്റ് വെച്ചാൽ നിങ്ങൾ ABCD പഠിപ്പിച്ചില്ല. അതല്ല നിങ്ങൾ ചെയ്യണത്. സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ഫുൾഫിൽമെന്റ് കിട്ടുന്നുണ്ട്, ഇതെല്ലാം കിട്ടുന്നുണ്ട്. സ്ട്രെസ് ഫ്രീഡം ഉണ്ട്, പ്രോബ്ലം റെക്ടിഫൈ ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് എന്ത് വേർഡ് യൂസ് ചെയ്യും? ആലോചിക്കോളൂ ഒന്നും കൂടെ.
ഏതാണ് കുറേയും കൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഏതാ വാക്ക്? ക്ലാരിറ്റി. നിങ്ങളാ പറഞ്ഞു ക്ലാരിറ്റി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വേറെ ആർക്കും മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തത്? ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്റെ മൈൻഡിൽ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറില് ബാക്കിയുള്ളവർ എന്തൊക്കെയാണ്, കാരണം എന്റെ ഇതിൽ മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ളവര് ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാകുമോ, ബാക്കി ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു കേസസ് എന്നിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്നുണ്ട്. ഒരുപാട് കേസ് നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കേസ് മാത്രമേ വരാൻ പാടുള്ളൂ. അതിനെ ഹാൻഡിൽ ചെയ്യാം. നേരത്തെ വേർട്ടിക്കൽ എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്താൽ മാത്രമേ അത് തന്നെയാണ്. അതല്ല നിങ്ങൾ എല്ലാവർക്കും. ഞാൻ ചിലർ പറയും ഞാൻ കോച്ചാണ്, എന്ത് കോച്ചാണ്, എല്ലാത്തിന്റെ കോച്ചാന്ന് പറയും. അങ്ങനത്തെ കോച്ചുകൾ ഒരിക്കലും ആളെ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ സ്പെസിഫൈ ആയിട്ട് പറയും ഞാൻ സോ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാരെ കിട്ടും. പ്രഗ്നൻസി കോച്ച് കണ്ടിട്ടുണ്ടോ? ഓക്കെ, എന്താണ് അവർ അത് മാത്രമേ ഉള്ളൂ. അവർ പ്രസവം കഴിഞ്ഞിട്ടുള്ള കോച്ചിങ് അല്ല. അവർ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 3 months വേറെ കോച്ചസ് ഉണ്ട്. പോസ്റ്റ് ഡെലിവറി കോച്ചസ് അതറിയോ? പ്രീ ഡെലിവറി കോച്ചസ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് അവർ പറഞ്ഞു പ്രസവത്തിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോച്ച് ചെയ്യും, പ്രസവത്തിന് ശേഷമുള്ള കോച്ചിങ് ഞങ്ങൾ തരില്ല. അതിന് വേറെ കോച്ചസ് ഉള്ളത്. അത് പറയും. മൈൻഡ് ക്ലാരിറ്റി കോച്ചിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ബട്ട് അതിൽ എന്തോ ഒരു അതെന്താണ് നമുക്ക് മാറ്റണം. എന്താണെന്നുള്ളത് ആക്ച്വലി എനിക്ക് മനസ്സിലാകണില്ല. എവിടെ നിങ്ങൾക്ക് ചാലഞ്ച്, എവിടെ എന്താണ് നിങ്ങൾക്ക് ഇഷ്യൂ വരുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് ടഫ് വേർഡ് ആണ്, ജാപ്പനീസ് പോലെയാണ്, എന്താണ്? വേർ ഇസ് ദ ചാലഞ്ച്? ഇത് ഓക്കെ ഫീൽ ആണ്. ഈ ഒരു മൈൻഡ് ക്ലാരിറ്റി കോച്ച് എന്ന് പറയുമ്പോൾ ഓക്കെ ഫീൽ ആണ്. ബട്ട് ഓക്കെ ഫീലിനെക്കാട്ടിലും അതിനപ്പുറത്തേക്ക് വാവ് ഫീൽ വരുമല്ലോ, അത് വന്നിട്ടില്ല. ആ ഒരു വാവ് ഫീല് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ വാവ് ഫീൽ എവിടെയാണ് ഉള്ളത്? എവിടെ മിസ്സിങ്? ക്ലാരിറ്റി ആണ് മിസ്സിങ്, അല്ലെങ്കിൽ മൈൻഡിലാണ് മിസ്സിങ്? കോച്ച് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, മൈൻഡ് 0 to 10 എത്ര പോയിന്റ് നിങ്ങൾ കൊടുക്കുക? സ്കെയിൽ 0 to 10. 9. ഓക്കെ, ക്ലാരിറ്റി എന്നുള്ളതോ? 4. ഓക്കെ, ഒരു 9 കിട്ടുന്ന വേറെ വേർഡ് പറയാം. 4 ആണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, 9 കിട്ടുന്ന വേറെ ഏതോ വേർഡ് ഉണ്ടോ? ഞാൻ ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണം ഇപ്പം ഹാപ്പിനെസ് കോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാടുണ്ട്. അത് നിങ്ങൾ അതിനെ നമ്മൾ റെഡ് ഓഷൻ എന്ന് പറയാം. റെഡ് ഓഷൻ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ റെഡ് ഓഷൻ തിയറി എന്നൊക്കെ പറയില്ലേ. ബ്ലൂ ഓഷൻ തിയറി എന്ന് വെച്ചാൽ ഞാനൊക്കെ ബ്ലൂ ഓഷൻ തിയറിയില്ല. ആ ഒരു റേഞ്ചിലാണ് ഞാനുള്ളത്. കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ സെക്ടറാണ്, അല്ലെങ്കിൽ നീഷ് എന്ന് പറയാം. അങ്ങനത്തെ നീഷാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആരെങ്കിലും മൈൻഡ് ഇഷ്യൂ ആയിട്ട് വന്നാൽ ഞാൻ എടുക്കാറില്ല, കാരണം ദാറ്റ്സ് നോട്ട് എൻ്റെ നീഷ അല്ല അത്. അപ്പോൾ നമ്മൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് മൈൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട വേർഡാണ്, ക്ലാരിറ്റി നിങ്ങൾക്ക് ഇഷ്ടമില്ല, അപ്പോൾ അവിടെ വേറെ ഏത് വാക്കാണ് നിങ്ങൾ ഉപയോഗിക്കുക? ഒരു 2-3 വാക്കുകൾ പറയോ, നല്ല വാക്കുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ. ഹീലിംഗ് എന്ന് പറയുന്നൊരു വേർഡ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ എടുത്തോ, ഒരു കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമില്ല എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ആരും അല്ല ഇതില്, ഞാൻ നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് നിങ്ങളെ ഫേസും കാണില്ല, ഒന്നും കാണില്ല. എന്നാലും അവിടെയും അതൊരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഹീലിംഗ് എന്ന് പറയുന്ന വേർഡ് അതൊരു ഇപ്പൊ എല്ലാ ഹീലേഴ്സും എന്റെ എതിരെ സമരം ചെയ്യാൻ തുടങ്ങുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ പല വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹീലിംഗ് എന്നുള്ള വാക്ക് ശരിയല്ല. കാരണം ഞാൻ തിരൂരാണുള്ളത്. അപ്പൊ തിരൂരിന്റെ അടുത്ത് തന്നെ കോട്ടക്കല് ഒരു ഹോസ്പിറ്റൽ, അൽമാസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ. അവിടെ പോയി കഴിഞ്ഞാൽ അവര് വലുതാക്കി എഴുതിയിട്ടുണ്ട്. ഓക്കെ, വലുതാക്കി വി ട്രീറ്റ് ഓൾമൈറ്റി അങ്ങനെ എന്തോന്ന്, ഹീ ഹീൽസ്. അതെ, ഓൾമൈറ്റി എന്നല്ല, ഹീ ഹീൽസ് എന്ന് എഴുതിയിരിക്കണത്. ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, ഹോസ്പിറ്റലാണ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ട്രീറ്റ് ചെയ്യണത് അവന് അതിനെ ഇത് ചെയ്യണമെന്ന്. അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള വാക്കാണ് പറഞ്ഞില്ല. അതാണ് ഹീലിംഗ് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറഞ്ഞത് തെറ്റാന്ന്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു വാക്കാണ് ഇത്, ഹീലിംഗ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഇത് ഒരു ആക്സിഡന്റിലാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യം, കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണല്ലോ. ആ ഒരു പ്രോസസ്സിന്റെ എന്നിലൂടെ ആ ഒരു പ്രോസസ് നടക്കുന്നു. ഹീലിംഗിന്റെ പ്രോസസ്സിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്?
ആ ഹീലിംഗിന്റെ പ്രോസസ്സ് എന്താ? വാട്ട് ഇസ് ദാറ്റ്? അവർക്ക് നിങ്ങൾ റിലാക്സേഷൻ കൊടുക്കണ്ടല്ലോ അല്ലേ? ഉം. മൈൻഡിൽ റിലാക്സേഷൻ കൊടുക്കണ്ടോ? അവർ വന്നിട്ട് പോകുമ്പോൾ Yes. റിലാക്സേഷൻ ആവണ്ട? Yes, yes. ചിലർ അത് യോഗയിൽ കൂടെ ആയിരിക്കും, ചിലർ അത് തായ്ച്ചിയിൽ കൂടെ ആയിരിക്കും, ചിലർ അത് ഡാൻസിൽ കൂടെ ആയിരിക്കും, ചിലർ അത് മാർഷൽ ആർട്ടിൽ കൂടെ ആയിരിക്കും, ചിലർ അത് മസാജിൽ കൂടെ ആയിരിക്കും. നിങ്ങൾ സംസാരിച്ചിട്ടായിരിക്കും അവർക്ക് കൊടുക്കണ്ടാവുക, ശരിയല്ലേ? ഉം. അതെ. ആ വാക്കിന് എത്ര കൊടുക്കുന്നുണ്ട്? 0 to 9. 5. ഓക്കെ. വേറെ വാക്ക് ഏതാ? ഇനി വേറൊരു ഇതും പറഞ്ഞുതരാം. നമ്മൾ ടൈറ്റിൽ എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. അതെ. ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുമ്പോഴാണ് കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ പേര് ഫാറൂഖ് സെൻസെ എന്നാണ്, ഞാൻ മൈൻഡ് റിലാക്സേഷൻ കോച്ചാണ്. നിങ്ങൾ എങ്ങനെ റിലാക്സ് ചെയ്യുക? എന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ ഏതൊരു വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കും. കണ്ടോ? അപ്പം ആ ഒരു വാക്കിലാണ് നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റുക. അത് ശരിയാണ്. എല്ലാവരും ഉപയോഗിക്കണ വാക്കാവാനും പാടില്ല. ആ വാക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിരിക്കണം. അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. ഇത് വാട്ട് ഡസ് ദിസ് മീൻ എന്നുള്ള ചോദിക്കണം അവർ. ഉം. അവിടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹുക്കായി, ആളെ ഹുക്ക് ചെയ്തു, നിങ്ങൾ ഓട്ടോമാറ്റിക് ആ വ്യക്തി പിന്നെ നിങ്ങളെ ക്ലയന്റ് ആയിട്ട് മാറും. Yes. വേറെ എന്താ വാക്ക് വരുന്നത്? ഈ ഒരു 1 അവറില് ഉം. ഈ ഒരുപാട് ബേർഡൻ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഉം. പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ആളുകള് ഉം. എന്തോ ഒന്ന് അവരിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് അവരവിടുന്ന് പോകാറുള്ളത്. കാരണം അവരെന്തോ ഒരു ഭാരം ചുമന്നുകൊണ്ട് ചിലപ്പോൾ 40 വർഷമായിട്ടൊക്കെ ഉം. പ്രോബ്ലംസ് കൊണ്ട് നടന്ന ആളുകളുണ്ട്. ഉം. അപ്പോൾ അവരെല്ലാം ഈ ഒരു എന്തോ അവിടെ ഇറക്കി വെച്ചിട്ട് പോകുന്ന ഒരു ഫീലിലാണ്, വല്ലാത്തൊരു സമാധാനം എന്നുള്ളൊരു ഫീലിലാണ് അവർ പോകുന്നത്. ഉം. അതല്ല ഇപ്പൊ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ഇഷ്യൂസ്, ഇപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിയർ അതുപോലുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഹീലിംഗ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അവരെ കൊണ്ട് അതേ പാത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ആ ഒരു പ്രോബ്ലംസിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോഴെന്താണ് ഇമോഷൻസ് ചെക്ക് ചെയ്യാറുണ്ട്. ഉം. അപ്പൊ അവരുടെ ഇമോഷൻ, ആ ഒരു ബാഡ് ഇമോഷൻ ഉണ്ടായിരുന്നത് ഇമോഷൻ അവിടെ ന്യൂട്രലൈസ്ഡ് ആയിരിക്കും. ഇമോഷണൽ വാക്ക് ഇഷ്ടമാണോ? ഇമോഷന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. എന്തായിരിക്കും? എന്താ വരിക? ഇമോഷൻ്റെ ഇപ്പോൾ ഏതാ നല്ലൊരു വാക്ക്? എനിക്കറിയില്ല കേട്ടോ. ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ. എൻ്റെ നല്ലൊരു ഫ്രണ്ട് ഉണ്ട് ദുബായിൽ, ഇമോഷണൽ ഇന്റലിജൻസ് കോഴ്സ്. എൻ്റെ വേറെ സ്റ്റുഡൻറ്റ്, ഹർ നെയിം ഇസ് ദുബായിൽ തന്നെ. ഷീസ് ഇന്റലിജൻസ് കോച്ച്, ഇമോഷണൽ ഫ്രീഡം കോച്ച്. ബ്യൂട്ടിഫുൾ. ഇഷ്ടമാണോ? സത്യം പറഞ്ഞ കേട്ടോ, ഇത്രയും ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ഫീല് വന്നിരുന്നു. അപ്പൊ അതിനേക്കാട്ടിലും അതിന്റെ അപ്പുറേ വന്നിട്ടുണ്ട്, അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ഫ്രീഡം കോച്ച് എത്ര കൊടുക്കാൻ പറ്റും? ഓൾമോസ്റ്റ് 9. നല്ല വാക്ക് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇമോഷണൽ ഫ്രീഡം കോച്ച്. ഞാൻ സാധാരണ ആരും ഉപയോഗിക്കണം കണ്ടിട്ടില്ല ഇത്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഉറപ്പാണോ? നമ്മൾ 47 മിനിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ഒരുപാട് ആൾക്കാരോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ക്യൂവിൽ, അവർക്കൊന്നും ചാൻസ് കൊടുക്കാതെ. കാരണം അല്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇതിൽ? ഹാപ്പിയാണോ? തീർച്ചയായും. 0 to 10. 9.5. ഓക്കെ, അത് മതി. 0 to 9. നിങ്ങൾ ഫൈൻ്റെ മേലെ എത്ര പറഞ്ഞോളൂ. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേര് പറയണ്ട. ഐ ആം XYZ എന്ന് പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങളുടെ പേര് അതാണ്, XYZ. ഐ ആം XYZ. ഐ ആം എന്തായിരുന്നു ടൈറ്റിൽ? എന്തായിരുന്നു? ഇമോഷണൽ ഫ്രീഡം കോച്ച്. അത് 3 പ്രാവശ്യം വളരെ എനർജറ്റിക് ആയിട്ട് പറയാൻ പറ്റും.
നിങ്ങളെ പേര് പറഞ്ഞ ഇമോഷണൽ ഫ്രീഡം കോച്ച്. അല്ലല്ല, നിങ്ങളുടെ പേര് ആദ്യം പറഞ്ഞ പേരല്ല പറഞ്ഞ XYZ എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഐ എം എ ഫ്രീഡം ഇമോഷണൽ ഫ്രീഡം കോച്ച് ഒന്ന് പറയാം 3 പ്രാവശ്യം വിത്ത് ഫുൾ ഹാർട്ട് പറയാൻ പറ്റും. XYZ, I'm a emotional freedom coach. Number 2. XYZ, emotional freedom coach. 3. XYZ, emotional freedom coach. നിങ്ങൾ ഇത് സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾക്കൊരു അവാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ XYZ, now let's call upon stage Miss XYZ the freedom, എന്താണ് ഇമോഷണൽ ഫ്രീഡം Emotional freedom coach. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിച്ച ആളാണോ നിങ്ങൾ? Yeah, അതെ. ഓക്കെ, ഹസ്ബൻഡ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്. അദ്ദേഹം ലൈവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചേക്ക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഹസ്ബൻഡിനോട് കൊടുത്തോളൂ. പേര് പറയണ്ട കേട്ടോ, ആരൊന്നും പറഞ്ഞ എവിടെ ഒന്നും പറയണ്ട. ഹസ്ബൻഡിവിടെ ഇല്ല? അവിടെ ആക്ച്വലി അദ്ദേഹം ഇവിടെ ഇല്ല, എന്റെ അടുത്തില്ല. ഓക്കെ, ലൈവിലുണ്ട്. ലൈവിലുണ്ട്. ഒന്ന് ഹാൻഡ് റേസ് ചെയ്യുക, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സഫ്വാന, ആരെങ്കിലും ഹാൻഡ് റേസ് ചെയ്ത് എനിക്ക് കാണില്ല. സഫ്വാന ആരെങ്കിലും റേസ് ചെയ്തോ? No. ഇല്ല, അപ്പൊ ഹസ്ബൻഡ് പേടിച്ചിരിക്കുക കേട്ടോ. ഇല്ല, ഹാൻഡ് റൈസ് മെസ്സേജിൽ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ, ഉണ്ടല്ലോ. ഹലോ, ഹായ്, നിങ്ങളാണ് ഹസ്ബൻഡ്? അലൈക്കും സ്ലാം. ഹസ്ബൻഡ് ആണോ? പേര് പറയണ്ട കേട്ടോ, സ്ഥലം ഒന്നും പറയണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് കേട്ടോ, നിങ്ങളെ വൈഫ് പറഞ്ഞു കേട്ടോ, ഇമോഷണൽ ഫ്രീഡം കോച്ച്. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത്? നിങ്ങൾ കാണികളുടെ ഇടയിലാന്ന് വിചാരിക്കും, നിങ്ങളെ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വിചാരിക്കും ഒരു അവാർഡ് നൈറ്റിന്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീലിംഗ് 0 to 10? 10. There you go. നിങ്ങൾ രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ട പിന്നെ ലോകത്തിൽ ആർക്കും ഇഷ്ടപ്പെടണമെന്ന് ആവശ്യമില്ല. ഇന്റെ ഒന്നും പെർമിഷനോ അപ്രൂവലോ ആവശ്യമില്ല. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഹാപ്പിയാണോ രണ്ടാളും ഹാപ്പിയാണോ? അതായിട്ട് ടൈറ്റിൽ ഉണ്ടാക്കാൻ നാളെ മുതൽ നിങ്ങൾ ഒരിക്കലും ഇനി ജീവിതത്തിൽ ഈ ഹീലർ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഹീലർ എന്ന വാക്ക് നിങ്ങളെ ടൈറ്റിൽ ഉപയോഗിക്കുക, അത് തെറ്റാണ്. അത് കൂടാതെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്, കാരണം അത് ക്രൗഡഡ് ആണ്. അതേപോലെ എംപവർമെന്റ് കോച്ച് അത് ഉപയോഗിക്കരുത്, അതൊക്കെ ക്രൗഡഡ് ആണ്. മൈൻഡ് എന്നുള്ള മാത്രം ഉപയോഗിക്കരുത്, അത് ക്രൗഡഡ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ ഉപയോഗിക്കണം, അതൊക്കെ ക്രൗഡഡ് ആണ്. ഞാൻ പറയുമ്പോൾ തെറ്റായിട്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ, അതല്ല, ഞാൻ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ അത് പറയുമ്പം നിങ്ങൾ ഇമോഷണൽ ഇന്റലിജൻസ് എനിക്ക് പേരെന്താ കിട്ടാത്ത ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് ഷീ ഈസ് ഡൂയിങ് അമേസിങ് ജോബ്. മൈ ഗോഡ്, എന്താ എനിക്ക് പേരിട്ടാത്തത്? എനിക്ക് തീരെ ഇപ്പം കിട്ടില്ല. ആൻഡ് ഷീ ഈസ് ഡൂയിങ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. ഇമോഷണൽ ഇന്റലിജൻസ് കോച്ചാ, ദുബായ്, UAE തോന്നുന്നു എവിടെയാണ്. Same way you can also do that. ഷഹനാസ്, there you go. ഷഹനാസ്, ഓക്കെ. അത് നോക്കിയാൽ മതി, നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഷഹനാസ് അലി നോക്കിയാൽ മതി. ഓക്കെ, പാവം ഇപ്പൊ ഈ വീഡിയോ കേൾക്കുമ്പോൾ അത് വിചാരിക്കും സെൻസ് അതിന്റെ പേര് മറന്നല്ലോ എന്നുള്ള. ഷഹനാസ് അലി, just go and check that. She's a emotional intelligence coach, absolutely fabulous. Okay, absolutely. Videos are അടിപൊളി videos. So you can be an emotional freedom coach, and I never heard this word or title before. So I wish you all the best. Happy or no? Yeah. Very happy. All right. Thank you very much. Let's move on to the next caller, please. Thank you so much, sir. Thank you. No, sir. It's only sensei. Okay, sir. I just helped you.